എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. അരി അരയ്ക്കോ കപ്പി കാച്ചോ ഒന്നും ചെയ്യാതെ വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. സാധാരണ കണ്ടുവരുന്ന വട്ടയപ്പ റെസിപ്പിയിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുകൊണ്ട് ഈവനിങ് സ്നാക്കായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ മറ്റ് ഈവനിങ് സ്നാക്ക് റെസിപ്പികൾ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നു. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അപ്പം, ഇടിയപ്പം, പത്തിരിക്കുള്ള വറുത്ത അരിപ്പൊടിയാണിത്. ഇത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായി 1.5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നായി ഒഴിക്കാതെ കുറേശ്ശെയായി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരിപ്പൊടി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ചോറും ചേർക്കുന്നു. ഇഡ്ലി അരി വേവിച്ചെടുത്ത ചോറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വേണമെന്ന നിർബന്ധമില്ല. സാധാ മട്ട അരിയുടെ ചോറാണെങ്കിലും മതി. ഇത് രണ്ടും നന്നായി ഒന്ന് അരച്ചെടുക്കണം. പഞ്ചസാര നന്നായി അലിഞ്ഞ് ഇവ രണ്ടും കൂടെ അരഞ്ഞ് വെള്ളം പോലെ ആവണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇതിനി ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ്. പെട്ടെന്ന് പുളിച്ച് പൊങ്ങണമെങ്കിൽ ഈസ്റ്റ് 1/2 ടീസ്പൂൺ വരെ ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ആണ് ചേർക്കുന്നത്. വനില എസൻസ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇതിപ്പോൾ ചേർക്കണമെന്നില്ല. ഇത് പുളിച്ചു പൊങ്ങിയതിന് ശേഷം ചേർത്ത് ഇളക്കിയാലും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നു. സാദാ പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. ഇതൊന്ന് മിക്സ് ആവാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് പൊങ്ങാനായി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി അടി ചേർത്തൊന്ന് ഇളക്കാം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനി പുഴുങ്ങാനായി ഒരു പാത്രം എടുക്കാം. വട്ടയപ്പം എളുപ്പത്തിൽ വിട്ടുപോരാൻ പാത്രത്തിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യാം. പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇത് ആവി കയറി വേവാനായി അപ്പച്ചെമ്പിലേക്ക് വെക്കാം. നമ്മൾ ഈ പാത്രത്തിൽ എത്ര അളവിൽ മാവ് ഒഴിച്ചിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും ഇത് വേവാനെടുക്കുന്ന സമയം. ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വേവിച്ചപ്പോൾ എനിക്കിവിടെ പാകത്തിന് വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. വട്ടയപ്പത്തിൻ്റെ നടുഭാഗം വേവായോ എന്നറിയാൻ ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കി. അതിൽ മാവ് പിടിച്ചിട്ടില്ല, നല്ല ക്ലിയറായി തന്നെ ഇരിക്കുന്നെങ്കിൽ വേവായി എന്ന് മനസ്സിലാക്കാം. ചെറിയ വട്ടമുള്ള 2 വട്ടയപ്പമാണ് ഈ അളവിലുണ്ടാക്കിയാൽ കിട്ടുന്നത്. ഇതൊന്ന് തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് മാറ്റാം. പരന്ന പാത്രം അല്ലാതിരുന്നത് കൊണ്ടാണ് വട്ടയപ്പം പൊങ്ങി നിൽക്കുന്നത്. പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ പരന്ന വട്ടയപ്പം കിട്ടും. ഇതിനി ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. വട്ടയപ്പത്തിൽ ചെറിയൊക്കെ വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് കുറച്ചൊന്ന് വേവായി കഴിയുമ്പോൾ ഇതിന് മുകളിൽ ചെറിയോ ഉണക്കമുന്തിരിയോ കാഷ്യൂ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് വയ്ക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇനി വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.